സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും പുതുമക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഡോക്ടറെ, ഹലോ. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ, ഡോക്ടറെ, താങ്ക് യു. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ലോകത്തിലെ ഈ ചരാചരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ചരാചരങ്ങൾ, ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും, അതാണ് നമ്മൾ ചരാചരങ്ങൾ. അചരങ്ങൾ എന്ന് പറയാൻ ജീവനില്ലാത്തത്. വാസ്തവത്തിൽ നമ്മളൊക്കെ ഒന്നാണ്. ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ഘടനയില്, തുടക്കത്തില് അതിന്റെ ഫൗണ്ടേഷൻ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ചരങ്ങളും അചരങ്ങളും ഒന്നാണ്. ഈ ഒരു അറിവ് ശാസ്ത്രം നമുക്ക് നൽകിയത് കുറെ കാലമായി, ഒരു 150 വർഷമായി. നമ്മളിപ്പോ ആ ശാസ്ത്രത്തിന്റെ അതിന്റെ മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്ര എളുപ്പമായത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ഒരു ഫീലിംഗ് പലപ്പോഴും നമുക്കില്ല. നമ്മളെപ്പോഴും വേറെ എവിടെയെന്നോ എന്തോ അലൗകികം, ഈ ലോകത്തല്ലാത്ത എന്തോ ഒരു സംഭവം, അതിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ നമ്മുടെ ജീവിതം ഒക്കെ അങ്ങനെ വേറെ എന്തോ സംഭവത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് വാസ്തവത്തില് ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തില്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ മദ്യാസക്ത രോഗം ഇതുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. വളരെ വളരെ ചിന്താപരമായിട്ടും നമ്മുടെ പ്രവൃത്തിയുടെ പരമായിട്ടും ഒക്കെ നമ്മൾ ഇത് വളരെയധികം അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ നമ്മള് ഈ അചരങ്ങൾ, ജീവനില്ലാത്ത സംഗതി, അതിലെന്തൊക്കെയുണ്ട്? അതിൽ ഏറ്റവും ചെറിയ കണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണെന്നാ പറയണത്. അതെല്ലാം ആറ്റംസ് എന്ന് പറയും. എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഏറ്റവും ചെറിയ കണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആറ്റംസ്. ഈ ആറ്റം പലതരത്തിലുള്ള ആറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഹീലിയം ആറ്റം, നൈട്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, കാർബൺ, അങ്ങനെ ഒത്തിരി ആറ്റംസ് ഉണ്ട്. പക്ഷെ ഈ ആറ്റത്തിനെല്ലാം അതിൻ്റെ ഉള്ളില് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ആറ്റം ഒന്നും വീണ്ടും വിഭജിച്ച് ചെറുതാക്കി അതിൻ്റെ ഉള്ളിലൊന്നും നോക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചത്. പക്ഷെ ആറ്റങ്ങളെ നമ്മൾ വിഭജിച്ചപ്പോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഒരു ന്യൂട്രോൺ എന്ന് പറയുന്ന സാധനമുണ്ട്. ന്യൂട്രോൺ. അതുപോലെ തന്നെ അതിനൊരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ് ഈ കേന്ദ്രത്തിന് ചുറ്റും പല ഓർബിറ്റ് എന്ന് വെച്ചാൽ വളയങ്ങൾ, ഈ വളയങ്ങളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സംഭവം ജീവനില്ലാത്ത സംഗതികളിൽ, ജീവനുള്ള നമ്മളില്, സർവ ജന്തുക്കളില്, സസ്യങ്ങളില് ഒക്കെ ഇതുണ്ട്. ഈ ആറ്റം, ആ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഈ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഇത് ഉണ്ട്. ഇത് നക്ഷത്രങ്ങളിലും ഉണ്ട്. നക്ഷത്രങ്ങളിലും ഇതുണ്ട്. അപ്പോ നമ്മൾ ഭയങ്കര ബന്ധമാണ് കേട്ടോ. നമ്മള് ഈ ലോകത്തിലെ വസ്തുക്കള്, ജീവനുള്ളതും ജീവനില്ലാത്തതും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ അടിസ്ഥാന കാര്യത്തിൽ ബന്ധമുണ്ട്. ഇത് ശാസ്ത്രം പറയുന്നതാണ്. അപ്പൊ ഇത് വേണ്ട, ഇത് പിന്നെയും അത് വിഭജിച്ചു. ഈ പ്രോട്ടോണിനെയും അതുപോലെ ഈ ഇലക്ട്രോണിനൊക്കെ വിഭജിച്ചു നോക്കിയപ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഉള്ളില് ഉള്ള സാധനങ്ങളൊക്കെ ഒരു ബേസിക്, ഏറ്റവും അടിസ്ഥാന വസ്തു, അതിന്റെ പേര് ക്വാർക്ക് എന്ന് പറയും. ക്വാർക്ക്, QUARK, ക്വാർക്കുകൾ. ഈ ക്വാർക്കുകൾക്ക് പേരിട്ടിട്ടുണ്ട്.
ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ടോപ്പ്, ബോട്ടം, പിന്നെ ചാം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, ചാം, സ്ട്രേഞ്ച്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. പക്ഷെ അത് പല തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ശരിക്കും ഏറ്റവും ഫൈനസ്റ്റ് അടിസ്ഥാന വസ്തു എന്താണ്? ക്വാർക്കുകളാണ്. നമ്മൾ ക്വാർക്കുകൾ കൊണ്ടുണ്ടാക്കി. ആ ക്വാർക്കുകൾ നമ്മളിലുണ്ട്, നമ്മളെ ഈ മുമ്പിലുള്ള ഈ മേശയിലുണ്ട്, നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ മൊബൈലിലുണ്ട്, ഈ ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ഒക്കെ ഉണ്ട്, നക്ഷത്രങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൂമി, ഈ വസ്തുക്കള്, നമ്മുടെ ശരീരം, എല്ലാത്തിൻ്റെയും കൂടിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു അടിസ്ഥാന വസ്തു ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ അത് ഭൗതിക വസ്തുവാണ്. ഭൗതിക വസ്തു, ഈ ഭൗതിക വസ്തുവിൽ കുറച്ച് ശക്തികളുണ്ട്. ഫോഴ്സ് എന്ന് പറയും, ഫോഴ്സ്. ആ ശക്തി എന്തൊക്കെയാണ് പല ആളുകൾക്കും അറിയാം. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് മുകളിൽ നിന്നൊരു സാധനം താഴേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ട് അത് താഴേക്ക് വരുന്നു. അതൊരു ഫോഴ്സാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരെണ്ണം മറ്റൊന്നിനെ ആകർഷിക്കുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞല്ലോ, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അത് 2 തരത്തിലുള്ള ഫോഴ്സ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്, വീക്കായിട്ടുള്ളത്, ശക്തി കുറഞ്ഞതും ശക്തി കൂടിയായിട്ടുള്ള ഫോഴ്സ് ആ ന്യൂക്ലിയസിനുണ്ട്. അത് കൂടാതെ അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റിയാണ്. അതുപോലെ പ്രോട്ടോൺ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അങ്ങനത്തെ ശക്തികൾ, അങ്ങനത്തെയുള്ള ശക്തിയുള്ള ഈ ആറ്റം ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഭൂമിക്ക് അപ്പുറം നക്ഷത്രങ്ങളിലും ഒക്കെ ആ സാധനമുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു അപ്പൊ നമ്മളെല്ലാം ഒന്നാണ്. ഇത് ആ ഫോഴ്സ് കഴിഞ്ഞാൽ, അപ്പൊ ഈ ഫോഴ്സ് നമുക്ക് വേണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള കണങ്ങൾ, അതൊക്കെ നമുക്ക് വേണം. അതുകൂടാതെ കെമിക്കൽ ആക്ഷൻ ഉണ്ട്. ഈ ആറ്റത്തിനൊക്കെ കെമിക്കൽ ആക്ഷൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. കെമിക്കൽസ്, രാസവസ്തുക്കൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ചോറ്, അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ പൂള, ഈ കപ്പ, ഒക്കെ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസാണ്. അതുപോലെ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ ചേർന്ന പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കെമിക്കൽസ് ആണ് അതൊക്കെ. ഇങ്ങനത്തെ ഉള്ള ഒരു സംഗതി പുറത്തുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഈ ശക്തി, കെമിക്കൽസ്, ആ കെമിക്കൽസിന്റെ റിയാക്ഷൻ, അത് ചേർന്നിട്ട് പിന്നെ നമുക്ക് കോശങ്ങൾ ഉണ്ടാവുന്നു, ശരീരത്തില് കോശങ്ങൾ. അപ്പൊ ഈ ഭൗതിക ശക്തിയും ഈ രാസവസ്തുവിന്റെ ശക്തിയും ചേർന്നിട്ടാണ് പിന്നീട് മാറ്റം വന്ന, അത് പരിണാമം എന്ന് പറയും. ആ പരിണാമം അവിടേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പരിണാമത്തിലൂടെ നമുക്ക് ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടായി. ആ കോശങ്ങൾ ഒന്നു ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്ത് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു അവയവം ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള അവയവങ്ങൾ ചേർന്നൊരു സിസ്റ്റം നമുക്കുണ്ടായി. നമ്മുടെ ശരീരത്തിലൊരു സിസ്റ്റം ഉണ്ടായി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ വസ്തുവിന് എന്ത് വേണമെങ്കിലും പറയാം. ഒരു ഭൗതിക വസ്തുവാണ്, ഒരു രാസവസ്തുവാണ്, ഒരു ജൈവ വസ്തുവാണ്. അപ്പൊ ഈ ഭൗതികവും രാസവസ്തുവും ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് പരിണാമത്തിലൂടെ നമ്മളെന്ന ഈ ജൈവ വസ്തു. നമ്മളൊരു വസ്തു, മാറ്ററാണ്, മാറ്റർ. അപ്പൊ ഈ പലതരത്തിലുള്ള അവയവങ്ങളൊക്കെ ചേർന്നിട്ട് നമ്മളെന്നുള്ള ജീവനുള്ള
ഈ വസ്തുവിനെ ഉണ്ടാക്കി അത് പ്രവർത്തിക്കുന്നു. അതിന് പ്രത്യേകത വളരുന്നു, അത് ജനിച്ചു കഴിഞ്ഞ് വളരുന്നു, വളർന്നു വലുതാകുന്നു, പക്വത ആർജിച്ച് ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് അത് മരിക്കുന്നു. ഏജിങ്, അതിന് പ്രായം തികഞ്ഞ് അത് മരിക്കുന്നു. ഇതിനിടയിൽ അതിൻ്റെ വിവിധ അവയവങ്ങളൊക്കെ മരിക്കാറാകുമ്പോൾ അവയവങ്ങളിലൊക്കെ പ്രവർത്തനം നിലയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജീവിതം ഒരു അത്ഭുതം തന്നെയല്ലേ? ഭയങ്കര അത്ഭുതമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുവാണ്. വസ്തു. അപ്പൊ ആ വസ്തു ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആ വസ്തു ജീവിച്ചിരിക്കണമെങ്കിൽ അതിന് എനർജി വേണം, എനർജി, ഊർജം. ആ ഊർജം കിട്ടുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള ഈ ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്, അതുപോലെ ഓക്സിജൻ, ഇതൊക്കെ കൂടി എക്സ്ചേഞ്ച്, പുറത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് നടക്കുന്നു, കൈമാറ്റം ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തെ അവസ്ഥയായിട്ട് ലോകമായിട്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതെപ്പോഴും, ഇത് ഞാനൊരു അടിസ്ഥാന അറിവ് പറയുകയാണ്. ഇത് കൈമാറ്റം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന് അതിനുള്ള അറിവുണ്ട്. നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് എന്താണ്? വിശപ്പ്, ദാഹം, അതൊക്കെ ഒരു നമ്മുടെ ജന്മവാസനകളാണ്. അത് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിച്ച്, നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ച്, നമ്മൾ പുറത്തുള്ള ഈ എനർജി സ്വീകരിക്കാനായിട്ട് വസ്തുക്കൾ സ്വീകരിച്ച് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ കൈമാറ്റം, എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ എക്സ്ചേഞ്ചിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതുപോലെ അതിനുള്ള ആ എനർജി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭക്ഷണം മാത്രം പോരാ, അതിന് പ്രാണവായു എന്നൊക്കെ പറഞ്ഞ ഓക്സിജൻ വേണം. ആ ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഈ ഫാറ്റ്, ഇതൊക്കെ പ്രോട്ടീൻസ്, ഇതൊക്കെ കൂടി പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നു, അത് വലുതാക്കുന്നു, ആ അവയവങ്ങളെയൊക്കെ നിലനിർത്തുന്നു, ഒരു ക്രമം ഉണ്ടാക്കുന്നു. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ക്രമം നമുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ക്രമം നിലനിർക്കണം. നമ്മൾ മരിക്കുന്നവരെ ഈ ക്രമം നിലനിൽക്കണം. അപ്പൊ അതെന്തിനാണ് ആ ക്രമം നിലനിൽക്കുന്നത്? ആ ക്രമം നിലനിൽക്കുന്നത് പുറത്തുള്ള ഈ എൻവയോൺമെന്റ് എന്ന് പറയും, ചുറ്റുപാട്. ഈ ചുറ്റുപാടുമായിട്ട് കൈമാറ്റം ചെയ്യണമെങ്കിൽ ആ കൈമാറ്റം ചെയ്യുന്ന സാധനം സ്വീകരിച്ച്, ആവശ്യമുള്ളത് സ്വീകരിച്ച് ആവശ്യമില്ലാത്തത് പുറന്തള്ളണം. അതിനുള്ള അവയവങ്ങൾ നമുക്കുണ്ട്. അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കാനുള്ള അവയവമുണ്ട് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ശരീരം അത്ഭുതകരമായിട്ടുള്ള ക്രമത്തിലുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമാണ്. ഇത് നമുക്ക് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന സംഗതിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്, വളരുന്നത്. നമ്മളെ പോലെയുള്ള ജന്തുക്കളെ നമ്മൾ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്നത് അതും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഇത് നമ്മളെ ഈ വളർച്ച, വികാസം, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ എക്സ്ചേഞ്ച്, അതുപോലെ നമ്മുടെ സ്വഭാവങ്ങൾ, പിന്നെ നമ്മൾ അതുപോലെ സെക്ച്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള പങ്കുവെക്കൽ, അതിനെ കൂടി ഒരു പുതിയ ജീവിയെ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ജനിതക വസ്തു പകുതി മതി. അത് ക്രോമസോംസ്, അത് പകുതി മതി. നമ്മൾ സാധാരണ നമ്മുടെ ശരീരം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 46 ക്രോമസോംസ് ഉണ്ട്. ഇവിടെ 23 മതി. നമ്മുടെ ഒരു സ്പീഷീസ് കുട്ടികളെ ഉണ്ടാക്കണമെങ്കിൽ 23 വീതം 2 പേരിൽ നിന്ന് എടുത്തിട്ട് 46 ഉണ്ടാവുക എന്ന്. അങ്ങനത്തെ ഒരു കോശം വലുതായിട്ടാണ് നമ്മൾ ഒരു മനുഷ്യനാകുന്നത്. ഒരൊറ്റ കോശം 23 കൂടി ചേർന്ന്, അതിലത് ജനിതക കൂടി ചേർന്ന്, അവിടെ നിന്നാണ്, ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് എത്രയോ ട്രില്യൺ കണക്കിനുള്ള കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവി ഉണ്ടാകുന്നത്. ആ ജീവി വളരുന്നു, വികസിക്കുന്നു. ഇതാണ് ചുരുക്കം. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രക്രിയ, അതിന് പുറത്തുനിന്നൊരു സ്ക്രിപ്റ്റ്, ഇതിങ്ങനെയൊക്കെ സംഭവിക്കണം.
എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം കൂടി അതിൻ്റെ പുറകിലുണ്ട്. അതിൽ ഇന്ന പോലെ ഇന്ന ഈ പകുതി വീതം സ്വീകരിക്കുമ്പോൾ ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും, ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. അതിൽ ആരോഗ്യം ഉണ്ടാകും, രോഗം ഉണ്ടാകും, സ്വഭാവം ഉണ്ടാകും. അതൊക്കെ ഈ സ്ക്രിപ്റ്റിന്റെ അനുസരിച്ചാണ് നടക്കുന്നത്. അതിന്റെ പേരാണ് ജനിതകം. ജനിതകം അല്ലെങ്കിൽ ജീൻ എന്ന് പറയും. ജീൻ. അപ്പൊ ഈ ജീൻ എന്ന് പറയണത് 3 ബേസ് ചേർന്ന 3 അമിനോ ആസിഡ്സ് ചേർന്നൊരു ഇതാണ് ഈ ജീന്. ഈ ജീനിന്റെ ഓർഡർ ഉണ്ട്, അതിന് പ്രത്യേക ക്രമമുണ്ട്. അതിലാണ് നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം കംപ്ലീറ്റ്. നമ്മൾ എന്നുള്ള മനുഷ്യന്റെ സ്വഭാവവും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവവും നമ്മൾ പുറത്തേക്കോ അകത്തേക്കുള്ള സ്വഭാവവും ഒക്കെ ഈ സ്ക്രിപ്റ്റ്, ഈ തിരക്കഥയുടെ ഉള്ളിൽ നടക്കും. ഇത്രയും അറിഞ്ഞിരിക്കണം നമ്മൾ. ഇത്രയും നമ്മൾ നമ്മളെപ്പറ്റിയും നമ്മളെ ചരിത്രത്തെ പറ്റിയും ശരീരത്തെ പറ്റിയും അറിയണം. അപ്പോൾ നമ്മൾ ഈ ശരീരം വെറുതെ ഇങ്ങനെ നിന്നാൽ നമ്മൾ ഒന്നും ആവില്ല. നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിനു വേണ്ടി നമ്മൾ ബോധം വേണം, നമ്മൾ ലോകമായിട്ടൊരു കണക്ഷൻ വേണം. അപ്പൊ ആ കണക്ഷനും നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ തലച്ചോറിൽ കൂടിയാണ്. ജനിതകം ചുറ്റുപാടുമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ തലച്ചോറിലാണ് സ്വഭാവം ഉണ്ടാക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ബ്രെയിൻ ഒരു എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അതൊരു 1.2 കിലോഗ്രാം അല്ലെങ്കിൽ 3 പൗണ്ട് തൂക്കമുള്ള വെറും ഒരു ജെല്ലിയാണ്. പക്ഷെ അതൊരു അത്ഭുതമാണ്. ഈ മനുഷ്യന്റെ തലച്ചോറ് ഒരു അത്ഭുതം തന്നെ, അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതമാണ്. അപ്പോൾ ആ സംഗതി, ഈ അസറ്റ്, ഈ വലിയ സ്വത്ത്, മനുഷ്യന്റെ ഈ തലച്ചോറെന്നുള്ള സ്വത്ത്, അതിൻ്റെ മുകളിൽ കളിച്ച് അതിനെ കുഴപ്പമുണ്ടാക്കി നശിപ്പിക്കുന്ന ഒരു രോഗത്തിന്റെ പരിപാടിയെ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. അതാണ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. അഡിക്ഷൻ ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കള്, അത് മദ്യം മുതൽ 10-12 വസ്തുക്കളുണ്ട്. അത് എല്ലാത്തിനും ഏകദേശം തലച്ചോറിനെ തന്നെ സ്വാധീനിച്ച് നമ്മൾ ഈ അത്ഭുതകരമായിട്ടുള്ള ഈ സ്വത്ത് അതിന്റെ മുകളിൽ കയ്യേറ്റം നടത്തുക, ആക്രമണം നടത്തുക, അങ്ങനത്തെ ഒരു വിഡ്ഢിത്തരത്തിന്റെ ഒരു രോഗമാണിത്. എന്താണിത്? ആൽക്കഹോള്. ഇപ്പൊ ആംഫിറ്റമിൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. മെത്താംഫിറ്റമിൻ ഉണ്ട്, വെറും ആംഫിറ്റമിൻ ഉണ്ട്, കഫീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, കന്നാബിസ്, കഞ്ചാവുണ്ട്, കൊക്കൈൻ ഉണ്ട്. പിന്നെ നമുക്ക് മരുന്ന് ഹലൂസിനേജൻ, അത് LSD ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്വസിച്ച് മയക്കമുണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്, പുകയില, നിക്കോട്ടിൻ ഉണ്ട്, കറുപ്പ് വർഗത്തിൽപ്പെട്ട ഓപ്പിയോയിഡ്സ് ഉണ്ട്, പെൻസൈക്ലിഡിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, നമുക്ക് മയക്കം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്, ഉറക്കം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്, നമ്മുടെ ഉത്കണ്ഠയൊക്കെ കുറയ്ക്കാനുള്ള ലഹരി വസ്തുക്കളുണ്ട്. അതുപോലെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ച 2 സംഗതികളുണ്ട്. തടി, മാംസമൊക്കെ വർദ്ധിപ്പിക്കാൻ നൈട്രേറ്റ്സ്, ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ, മഷ്റൂംസ്, ഇങ്ങനെ ഒത്തിരി ലഹരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ, നമ്മുടെ ഈ അസറ്റ്, നമ്മൾ ഏറ്റവും വിലപ്പെട്ടത് എന്താണോ അതിന്റെ മുകളിൽ പണിയെടുത്ത് നശിപ്പിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇത് തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളൊന്നുമല്ല, തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ മദ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് തലച്ചോറിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആർക്കും വേണമെങ്കിൽ, ഏത് പൊട്ടന്മാർക്കും അറിയാൻ പറ്റും. കാരണം തലച്ചോറില് നമ്മള് ചലനങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ തോന്നലുകളെ നിയന്ത്രിക്കുന്ന തലച്ചോറ് അല്ലാതെ വേറെ എന്താ സാധനം? അത് നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മുടെ ചലനങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ മാറ്റും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഈ ഒരു അറിവ് ഇല്ലാത്ത ഒരു മദ്യാസക്തന്
തൻ്റെ തലച്ചോറ് രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ തലച്ചോറിനേക്കാളും വില കൽപ്പിക്കുന്നത് ഈ ജീവനും ഈ ജീവിതവും നമുക്ക് തരുന്ന ഈ സാധനം, ഈ 1.2 കിലോഗ്രാമിനേക്കാൾ കൂടുതൽ അയാൾ ആവേശഭരിതനാണ്, ആർത്തി പൂണ്ടവനാണ്, ആർത്തി പണ്ടാരം ആവേശത്തിന്റെ ഉള്ളിലാണ് അയാൾ അറിവില്ലായ്മയുടെ ഉള്ളിലാണ്. അയാൾ എന്താ വിചാരിക്കുന്നത്? അയാൾക്ക് നൈമിഷികമായിട്ട് കിട്ടുന്ന എന്തോ ഒരു ഭയങ്കര ഒരു അതിശയോക്തി കലർന്ന ഒരു ആഹ്ലാദം, ഒരു ആനന്ദം, ഒരു സംഭവം അതിന്റെ മുകളിൽ പിടിച്ചേക്കുവാണ്, മുറുകെ പിടിച്ചേക്കുവാണ്. അത് വിടൂല. ഈ ഉടുമ്പൊക്കെ പിടിച്ചേക്കണ പോലെ പിടിച്ചേക്കുക. അയാളുടെ ചിന്തകളും തോന്നലുകളും അവിടെ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാണ്, വിടൂല. അപ്പൊ അത് എത്ര കൂടുതൽ കിട്ടുന്നു അത് കൂടുതൽ കൂടുതൽ പോരട്ടെ പോരട്ടെ എന്നുള്ള ഇതിലേക്കാണ്. അത് ഒരു പ്ലഷർ, ഒരു ആനന്ദമാണ്. ഈ ആനന്ദമാർഗിയാകാനായിട്ട് അയാളെ പ്രേരിപ്പിക്കുന്ന ഈ തലച്ചോറിന് തന്നെ ഒരു തലച്ചോറ് ഈ ആനന്ദം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. പ്ലഷർ. എല്ലാ ജീവികളും, മനുഷ്യരെന്ന് മാത്രമല്ല എല്ലാ ജീവികളും ആനന്ദമാർഗികളും. പക്ഷെ നമുക്കത് അറിയില്ല. കാരണം നമ്മളത് അറിയപ്പെടാതെ ഇരയായിപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, ആ പ്രാണികള് ആ വെളിച്ചത്തിൽ വന്ന് ചിറക് കരിഞ്ഞ് വീണ് ആൾക്കാർ ചവിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊക്കെ ജീവികളൊക്കെ തിന്ന് പെട്ടെന്ന് ചത്തുപോകുന്ന ഈയാമ്പാറ്റകൾ അതുപോലെ ഇങ്ങനെ ചത്ത് വീണ് പോകും. അത് അങ്ങനെ ചത്തു പോകണം ഓട്ടോമാറ്റിക്. അതിന് പ്ലഷറാണ്. ആ വെളിച്ചം കാണുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര പ്ലഷറാണ്, ഭയങ്കര ആനന്ദമാണ്. അപ്പൊ നമ്മൾ ഈ ജീവി വർഗത്തെ മനുഷ്യരുൾപ്പെടെയുള്ള പലതിനെ ഈ വാസ്തവത്തില് ഈ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിര് കടന്ന ഈ ആനന്ദവും അതിനപ്പുറത്തേക്കുള്ള ചിന്തകളൊക്കെയാണ്. ഈ ചില ആൾക്കാർ ആനന്ദത്തിന് അപ്പുറം എന്തോ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചില മിസ്റ്റിക്കുകൾ എന്നൊക്കെ പറയാം. ഈ മിസ്റ്റിക്കുകളെ പറ്റി എനിക്ക് എൻ്റെ അഭിപ്രായം സ്റ്റുപ്പിഡാണെന്നുള്ളതാണ്. സ്റ്റുപ്പിഡ്. ഈ മിസ്റ്റിക്കുകൾ പറയുന്നതിൽ ആളുകൾ വീണു പോകും പെട്ടെന്ന്. മിസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ മായാവാദികൾ, ഭയങ്കര സംഭവമാണ് അവിടെ. അത് അവർ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണം അന്ധവിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലും. മിസ്റ്റിക്കാണത്, മായാവാദം. അത് എന്താ പോഴത്തരം എന്നൊക്കെ പറയും. അപ്പൊ അവര് അറിവില്ലായ്മ കൊണ്ട് ഒരു മന്ത്രവാദം ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുടെ കഴുത്ത് വെട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. അപ്പൊ നമ്മൾ ഈ അതിര് കടന്ന ഇങ്ങനെയുള്ള സംഗതികൾ, യുക്തിയില്ലാത്ത, നമ്മളെല്ലാം ഒന്നാണെന്ന് ചിന്തയില്ലാതെ അങ്ങനെയുള്ള അലൗകികം എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിനൊക്കെ ഒഴിവാക്കി നിർത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഈ മദ്യാസക്തി മറ്റു ലഹരി രോഗങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്, ഈ അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണ്. നമ്മളെന്തോ സംഭവമാണെന്നുള്ള അഹന്തയുടെ ഒരു ഭാഗമാണത്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു അഭിനിവേശം വേണം. എന്തിനാ? ജീവിക്കാനുള്ള അഭിനിവേശം, ബുദ്ധിപരമായിട്ടുള്ള അഭിനിവേശം, യുക്തിയെ അറിയാനുള്ള അഭിനിവേശം വേണം. നമ്മുടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാനുള്ള അഭിനിവേശം വേണം. നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാനുള്ള അഭിനിവേശം വേണം. നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നെന്നുള്ളത് നമുക്ക് തന്നെ അറിയാനുള്ള അഭിനിവേശം വേണം. നമുക്ക് മനുഷ്യനാകാനുള്ള അഭിനിവേശം വേണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഈ അഭിനിവേശത്തിന് പകരം നമ്മൾ എപ്പോഴും ഈ അഭിനിവേശം എന്തിനു വേണ്ടിയുള്ളതാണ്? യാഥാർത്ഥ്യം അറിയാനും ഇതിനൊക്കെ വേണ്ടിയുള്ള അഭിനിവേശമല്ല. അല്ലാതെ വെറും അഭിനിവേശം മാത്രം, അഭിനിവേശത്തിന് വേണ്ടിയുള്ള അഭിനിവേശം, സന്തോഷത്തിന് വേണ്ടിയുള്ള സന്തോഷം, അതൊരു ലഹരി പോലെയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ കൂടുതൽ വേണം, കൂടുതൽ അളവിൽ വേണം, കൂടുതൽ വേണം. അത് നമ്മുടെ തലച്ചോറിലുണ്ടത്.
ഇപ്പോൾ നായക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്താൽ അത് പിറ്റേ ദിവസം അത് അവിടെ കാത്തു നിൽക്കും ഒരു ഇറച്ചി കഷ്ണത്തിന് വേണ്ടി. എന്താണത്? അതിന് ഭയങ്കരമായിട്ടുള്ള ആ ആ ഭക്ഷണത്തിൽ കൂടി അതിന് അഭിനിവേശം ഉണ്ടായി, അത് ആനന്ദം ഉണ്ടായി, അത് കൂടുതൽ വേണം തോന്നി. ഇങ്ങനെ കൂടുതൽ കൂടുതൽ വേണം, സംതൃപ്തി ഇല്ല, തൃപ്തിയില്ല, കൂടുതൽ കൂടുതൽ. ഇതാണ് അഡിക്ഷന്റെ അടിസ്ഥാന ഘടകം. അങ്ങനെ ഒട്ടിപ്പിടിക്കുക തലച്ചോറിൽ, ഈ ഒരു ചിന്ത, വികാരം, ഈ തോന്നല് ഒട്ടിപ്പിടിക്കുക. അങ്ങനെ അത് ഒട്ടിപ്പിടിക്കുന്നത് ഈ ലഹരി വസ്തു, ഇപ്പൊ ആൽക്കഹോൾ ആണെങ്കിൽ അത് തലച്ചോറിൽ കയറി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതെങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളെ അഡിക്ഷൻ അല്ലെ ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിൽ നമ്മൾ എത്തിക്കുന്ന സയൻസ് അതാണ്. അപ്പൊ അതിന്റെ ചികിത്സ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സയൻസ് അനുസരിച്ച് നമുക്ക് ഇതനുസരിച്ച് നമുക്ക് എന്തൊക്കെ സാധ്യമാകുന്ന, നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ ലോകത്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മൂക്കൊണ്ടും നാക്കുകൊണ്ടൊക്കെ നമുക്ക് സ്പർശനം കൊണ്ടും ഒക്കെ ലോകമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി. ഈ ലോകം എങ്ങനെ നമ്മളിലേക്ക് വരുന്നത്? തലച്ചോറിൽ കൂടി. അപ്പൊ ലോകം വേണമെങ്കിൽ എന്ത് വേണം? തലച്ചോറ് വേണം. തലച്ചോറില്ലെങ്കിൽ ലോകമില്ല. കാരണം തലച്ചോറില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഗതികളും പോകും. യാഥാർത്ഥ്യം ഇല്ല, ഒരു സമയം, സ്പേസ് ഒന്നുമില്ല, അതുപോലെ ബന്ധങ്ങളില്ല, നമ്മുടെ ശരീരത്തെ പറ്റിയൊരു ധാരണയില്ല, മനസ്സില്ല, മനുഷ്യത്വം ഇല്ല, വെറും ശൂന്യത. അപ്പൊ തലച്ചോറിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അതെന്താണ് കിട്ടുന്നത്? ലോകം നമ്മുടെ ഉള്ളിൽ കയറുന്നു, അതൊരു ഓർമ്മയായിട്ട് മാറുന്നു, ഒരു ധാരണയായിട്ട് മാറുന്നു. അത് നമ്മുടെ ഈ മൊബൈലിലൊക്കെ ഉള്ള പോലെ ഒരു മെമ്മറി ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവിടെ ആ ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നടക്കൂല കാര്യങ്ങൾ. ഇത് മാത്രം പോരാ. ലോകം നമ്മുടെ ഉള്ളിൽ കയറി ഓർമ്മയായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അത്രയും കിട്ടിയാൽ പോരാ. എന്ത് വേണം? നമുക്ക് ഈ ലോകമായിട്ട് നമ്മൾ ഇടപെടുന്നത് പലതരം വികാരത്തിൽ കൂടിയാണ്. അത് സമയാസമയം നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച്, നമ്മുടെ അവസ്ഥകളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഭയം ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, നമുക്ക് മറ്റുള്ളവർ ഒരു അനുതാപം ഉണ്ടാവും, ദയ ഉണ്ടാവും, കരുണ ഉണ്ടാവും. ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരുന്നില്ലേ നമ്മൾ മനുഷ്യരാവില്ല, വെറും വിറകുകൊള്ളി പോലെ ആയിപ്പോവും. അപ്പൊ അവിടെ പലതരം വികാരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ലോകം ഉള്ളിലേക്ക് കയറി ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാല് അർത്ഥങ്ങളുണ്ടാവും, മീനിങ്. ആ മീനിങ്ങിന്റെ ഉള്ളിലാണ് നമ്മുടെ റിലേഷൻ പോലും, നമ്മുടെ ബന്ധം പോലും മീനിങ്ങിന്റെ ഉള്ളിലാണ്. ഇപ്പൊ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ എൻ്റെ എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ്? ഏറ്റവും ശക്തമായിട്ടുള്ള ബന്ധമാണത്. എൻ്റെ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത്, എൻ്റെ അനുജൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡീപ്പ് മീനിങ്, വളരെ അന്തർലീനമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാക്കുകയാണ് ബന്ധങ്ങളിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ലോകത്തെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ സത്യം ആയിട്ട് കാണുന്നു, റിയലായിട്ട് കാണുന്നു, ബന്ധം ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മള് വികാരങ്ങൾ നമ്മൾ അറിയുന്നു. നമ്മളെ വികാരം ആദ്യം അറിയേണ്ടത് നമ്മളാണ്. മദ്യാസക്ത രോഗത്തിലും മറ്റ് ലഹരി സംഗതിയില് നമ്മളെ വികാരം പോലും നമ്മൾ പെട്ടെന്ന് അറിയും. മറ്റുള്ളവരറിയും ഇവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, അല്ലെ ഇവൻ ഭയങ്കര സങ്കടത്തിലാണെന്നൊക്കെ നിരീക്ഷിക്കുന്ന ആളാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മൾ ഈ ഉള്ളിലേക്ക് ഇതൊക്കെ കയറി വരുമ്പോൾ, ഒന്ന് ഒരു നിരീക്ഷിക്കുന്ന ആളുണ്ട്,
ആ നിരീക്ഷിക്കുന്ന ഒബ്സർവർ എന്ന് പറയും. ആ നിരീക്ഷിക്കുന്ന ആള് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, നിരീക്ഷണ വസ്തുവുണ്ട്. അപ്പൊ ആ നിരീക്ഷണ വസ്തുവും ആ നിരീക്ഷിക്കുന്ന ആളും വാസ്തവത്തിൽ ഒന്നാണ്. മദ്യാസക്തന്റെ കാര്യത്തില് അവൻ അത് പിടിയില്ല. അവന്റെ അതിനെപ്പറ്റി യാതൊരു പിടിയില്ല. ഞാൻ എന്താ ഈ അന്വേഷിക്കുന്നത്, എന്താണ് തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പിടിയില്ല. അത് നിരീക്ഷിക്കുന്നുമില്ല, അത് പരിശോധിക്കുന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ കാര്യം എന്താണ്, ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ പ്രവൃത്തികള്, ഇന്നത്തെ ജീവൻ, ഇന്നത്തെ ജീവിതം, അങ്ങനത്തെയുള്ള സംഗതി വർക്കൗട്ട് ആവുന്നില്ല, പരിശോധിച്ച് നോക്കുന്നില്ല. അതെല്ലാം തകർന്ന് തരിപ്പണാവുന്നു. കാരണം മദ്യം തലച്ചോറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഈ ഇമോഷൻസിന്, ഈ വികാരങ്ങളൊക്കെ തളർന്നു പോകും. അപ്പൊ പ്രവർത്തിക്കില്ല ശരിക്കും. അതവിടെ ഉണ്ട്, അത് ക്രമത്തിലല്ല, അതിക്രമത്തിലാണത്. അത് വളരെ കൂടുതലോ അല്ലെ തീരെ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അത് ഈ വികാരം, നമുക്ക് ഭയം ഉണ്ടാകുന്ന പല ആൾക്കാർക്കും ഭയം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. വാസ്തവത്തില് പേടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ ജീവിതത്തിൽ നിന്ന് ഔട്ടായേനെ. നമുക്ക് രോഗത്തെ പേടിയുണ്ട്, ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ വാഹനങ്ങളെ പേടിയുണ്ട്, നമ്മുടെ ഒരു ശത്രുവിനെ പേടിയുണ്ട്, ഏതെങ്കിലും വന്യമൃഗത്തെ പേടിയുണ്ട്. ആ പേടിക്കനുസരിച്ച് നമ്മൾ സ്വഭാവങ്ങളെ മാറ്റും. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു. അപ്പൊ നമ്മൾ ഹൈ റിസ്ക്, ആപൽ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ രക്ഷപ്പെടുന്ന ഈ ഇമോഷൻസ് കൊണ്ടാണ്, ഭയം കൊണ്ട് തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ സങ്കടങ്ങള് പോലും ചില ആൾക്ക് അതിനെ ദുരുപയോഗം ചെയ്യും. അതിനെ ഒരു സെന്റിമെന്റൽ ആയുധമാക്കിയിട്ട്, മദ്യാസക്തന് വേണമെങ്കിൽ അതിനെ സെന്റിമെന്റൽ ആയുധമാക്കിയിട്ട് അഭിനയിച്ച് കാണിക്കും. പക്ഷെ സങ്കടം ശരിക്കും മനസ്സിലാക്കില്ല. എന്തുകൊണ്ട് എനിക്ക് സങ്കടം വന്നു? സങ്കടം വരുന്നത് നഷ്ടം വരുമ്പോഴാണ്, പണം ഇല്ലാതാകുമ്പോഴാണ്, ജോലി പോകുമ്പോഴാണ്, ഭാര്യ പോകുമ്പോഴാണ്, ഭക്ഷണം ഇല്ലാതാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജീവിതത്തിലെ കാര്യമൊന്നും നടപ്പിലാകാതിരിക്കുമ്പോൾ നഷ്ടം വരുമ്പോൾ സങ്കടം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ? ആ സങ്കട നിവൃത്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഉള്ളിൽ നമ്മൾ തന്നെ നിരീക്ഷണം നടക്കണം. കാരണം ഇത് ബാധിച്ചേക്കണേ നമ്മളെ തന്നെയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലെ ഈ കാര്യങ്ങള് എനിക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള ബുദ്ധിശക്തിയും ഒക്കെ പ്രവർത്തിക്കണം. അത് ലഹരി സാധനം അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാവില്ല. ആ സങ്കടം കൂടുതൽ തീവ്രമായ സങ്കടത്തിലേക്ക് പോയി, സെന്റിമെന്റലായി, കൂടുതൽ സങ്കടമായി, ആ സങ്കടത്തിനുള്ളിലേക്ക് അങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിക്കും. ഒരു ആത്മഹത്യ, പരിപാടി തീർന്നു. അപ്പൊ അവിടെ അവനെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് ക്രോധം. ഇപ്പൊ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം വന്നാലും അതിന്റെ പരിണിത ഫലങ്ങള്, ദേഷ്യം വന്ന ഒരാളെ ചിലപ്പോൾ കൊല്ലാം, ദേഹോപദ്രവം ചെയ്യാം, വസ്തുക്കൾ നശിപ്പിക്കാം, ജയിലിൽ പോകാം, നിയമം തെറ്റിക്കാം, എന്ത് വേണമെങ്കിലും നടക്കും. ആശുപത്രിയൊക്കെ വേണമെങ്കിൽ ആശുപത്രി ചെന്നിട്ട് ആ OP ഒക്കെ അടിച്ചു പൊളിച്ച് ഡോക്ടറെയൊക്കെ കൈയേറ്റം ചെയ്യാം ദേഷ്യം വന്നു കഴിഞ്ഞാൽ. മദ്യാസക്തന് അങ്ങനെ ഇപ്പോ ബ്രിട്ടനിലൊക്കെ 25% OP കേസിലും OPയിലും, ബ്രിട്ടനിൽ മാത്രം, ഇപ്പൊ കേരളത്തിലുണ്ട്, വരുന്ന ആളുകൾ മദ്യം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറയണേ. ആശുപത്രിയിലേക്ക് രോഗിയുടെ കൂടെ വരുന്നവരും പല ആൾക്കാരും 100 പേരിൽ 25 പേരും മദ്യം കഴിച്ചിട്ടാണ് വരുന്നത്. അവരവിടെ വന്നു കഴിഞ്ഞാൽ നിസ്സാര കാര്യത്തിന് ഇടപെടും. അവരെന്ത് കാര്യത്തിൽ ഇടപെടും? കാര്യം ഉണ്ടെങ്കിലും കാര്യം ഇല്ലെങ്കിലും ഇടപെടും. അവിടെ അടിയാവും, ബഹളാവും, പ്രശ്നമാവും. ഇപ്പൊ അങ്ങനെ പണ്ടത്തെ സർക്കാരല്ല, ഇപ്പൊ സർക്കാരിന് നിയമം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവന്മാരെ കുറെ വർഷത്തേക്ക് പിടിച്ച് ജയിലിലിടാനുള്ള നിയമം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലഹരി വസ്തുക്കൾ എല്ലാ സ്ഥലത്തും അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അറിവില്ലായ്മയാണ് അതിന്റെ അടിസ്ഥാനം. എനിക്കെന്ത് സംഭവിക്കുന്നുള്ള അറിവില്ലായ്മ, എന്നെപ്പറ്റി മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും
എന്നുള്ള അറിവില്ലായ്മ, അധികാരം, നിഷേധം, നിസ്സാരമാക്കൽ സംഗതികൾ, അതൊക്കെ. അതുകൂടാതെ വെറുപ്പ്, പക, പല സ്റ്റേജുകളുണ്ട്. ഞാനിപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരെ മുന്നിൽ നിർത്തി പറയാണ്, ഇതൊരു സ്വഭാവത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഇത് വളർന്നു വരുന്നത്. വല്ലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ സ്ഥിരമായി അളവ് കൂട്ടി എന്നുള്ളൊരവസ്ഥയിൽ ചെല്ലും. ഇങ്ങനെ അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടി ഓടുന്ന എന്തൊക്കെയാണ്? അതിനോട് അതിര് കടന്ന മോഹം, അതായത് ആർത്തി, ക്രേവിങ്. അതിൻ്റെ മുകളിൽ നിയന്ത്രണമില്ല. അത് വേണോ, ഇപ്പൊ വേണോ വേണ്ടയോ, ഒഴിവാക്കണോ, അതൊന്നും പറ്റില്ല. നിയന്ത്രണമില്ല. അതിനെപ്പറ്റി ചിന്തിച്ചാൽ, അതിനെപ്പറ്റി ആലോചിച്ചാൽ, അതിനെപ്പറ്റിയുള്ള പരിസരത്ത് പോയാൽ നിർബന്ധം ഉള്ളിൽ നിന്ന് പുറത്തിയാടും. വരും വരായികൾ അറിയാം, അറിഞ്ഞിട്ടും അതിനെതിരായിട്ട് പ്രവർത്തിക്കും. മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കും. നിയന്ത്രണം ഇല്ലാതാവുന്നു, വണ്ടിക്ക് കുഴപ്പം പറ്റുമെന്നും അറിയാം. പക്ഷെ അത് അറിഞ്ഞിട്ടും വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെടും. അങ്ങനത്തെ കളികള്, അങ്ങനത്തെ സ്വഭാവ രീതി, അതിൽ കൂടി എങ്ങനെ ഇളങ്ങ മുമ്പോട്ട് പോവാണ്. ലഹരി വസ്തു ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ്. എല്ലാവരും അത് വെള്ളം കുടിച്ച് തൃപ്തി അടയുന്ന പോലെ അവിടെ നിൽക്കും. അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും അടിപ്പെടുത്തി, ഈ കോശങ്ങളൊക്കെ കുറെ മദ്യം ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, ഈ അളവ് കൂട്ടി സ്വീകരിച്ച് അതില്ലെങ്കിൽ അത് ബോറടി, ആ അളവില്ലെങ്കിൽ അത് ബോറടിയായി മാറും. കോശങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഉത്സാഹമില്ല, ക്ഷീണം. എനിക്ക് ഭയങ്കര ക്ഷീണം. എന്താണ് ക്ഷീണം? ഈ കോശങ്ങൾ അഡിക്റ്റഡായി. ആ സാധനം അവിടെ ആവശ്യത്തിന് കൃത്യസമയത്ത് കിട്ടുന്നില്ല. അത് ബോർഡം, വിരസതയിലേക്ക് പോയി. അതിന്റെ പ്രവർത്തനം കുറഞ്ഞു. എവിടുന്നെങ്കിലും വേണം സാധനം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്ന് അപ്പൊ അത് പ്രവർത്തിക്കുന്നത് പോലും ഇതിന്റെ ഉള്ളിലായി. അതാണ് അഡിക്ഷൻ, ഡിപ്പെൻഡൻസ് പറയും, ആശ്രയം. അപ്പൊ ശരീരം പ്രവർത്തിക്കുന്നത് ഇതിനെ ആശ്രയിച്ചായി. അതാണ് ഡിപ്പെൻഡൻസ്. അപ്പൊ ഈ ആശ്രയം വന്നാൽ അടുത്ത പടി എന്താണ്? സ്വഭാവം അതിനെ ആശ്രയിച്ചായി. സൈക്കോളജിക്കൽ തിങ്കിങ് എന്ന് പറയും. മനസ്സ് ഒരു സൈക്കോളജിക്കലായിട്ട്, അതായത് അതിന് വേണം വേണ്ടെന്ന് തോന്നുന്ന സംഗതികളൊക്കെ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കും. അളവ് കൂട്ടണം, അത് എപ്പോൾ കിട്ടണം, എങ്ങനെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നുള്ള ഭയം, പേടി. ഇതിൻ്റെ ഉള്ളില് മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, തലച്ചോറ് പിന്നെ ആ ആശ്രയത്തിന് അപ്പുറത്തേക്ക് പോകും. അതാണ് ബ്രെയിൻ ഡാമേജ്. തലച്ചോറ് ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. അത് പ്രവർത്തിക്കുന്ന ഓക്സിജൻ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ഇത് രണ്ടിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ്. അതിന് തലച്ചോറിന് അത് ആവശ്യത്തിന് കിട്ടില്ല. അതിൽ ഡാമേജ് വരും. ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പല വസ്തുക്കളും, ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതായിരിക്കാം, പല അവയവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടി ക്രമമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കും. തലച്ചോറ് മാത്രമല്ല, കരള്, അതുപോലെ ഉള്ളിലുള്ള അവയവങ്ങൾ, അന്നനാളം, ആമാശയം, ചെറുകുടല്, പാൻക്രിയാസ്, ശ്വാസകോശം, ഹൃദയത്തിന്റെ മിടിപ്പ്, രക്തസമ്മർദ്ദം, ഗ്ലൂക്കോസിന്റെ അളവ്, അതിന്റെ നിയന്ത്രണം. ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത്, അതെന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ലിവറാണ്. ലിവറിന് അതിനൊന്നും സാവകാശം കിട്ടൂല, ഈ സാധനം അതിൻ്റെ ഉള്ളിൽ ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. അപ്പൊ മിക്കവാറും തലച്ചോറ് ഓക്സിജന്റെ കുറവില്, അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിന്റെ കുറവില്, അത് ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കേന്ദ്രങ്ങളൊക്കെ, ഈ ശ്വാസത്തിന്റെ കേന്ദ്രങ്ങള്, ഹാർട്ടിന്റെ കേന്ദ്രങ്ങളൊക്കെ പണി മുടക്കുകയാണെങ്കിൽ
ഏത് നിമിഷത്തിലും മരിക്കാം. രക്തസമ്മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് നിന്നു പോകാം. ഈയിടെ ഒരു ആൾ അങ്ങനെ മരിച്ചു, എനിക്കറിയാം. മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് സുഖമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയ ആള് അവിടെ ചെന്ന് പുനർപതനത്തിലേക്ക് പോയി. ഭയങ്കര, വീട്ടുകാർ വിചാരിച്ച അവൻ ആ വീട്ടിലെ ആൾക്കാരെ കൊല്ലുന്നു, അവൻ മരിക്കുമെന്ന് അവർ വിചാരിച്ച് വീണ്ടും അവനെ ചികിത്സിച്ച സ്ഥലത്ത് കൊണ്ടുപോയി. അവന്റെ ആ പിന്മാറ്റത്തിൽ തന്നെ അവൻ ഹാർട്ടൊക്കെ നിന്നുപോയി. അവന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവന്റെ ഹാർട്ട് നിന്നതായിട്ടാണ് കാണും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഭീകര അവസ്ഥയാണത്. പക്ഷെ ഇത് പറഞ്ഞാല് ആളുകൾക്ക് തോന്നും ഇത് അതിശയോക്തിയാണ്. കാരണം അവരുടെ നോട്ടത്തില് അധികം ആൾക്കാരൊന്നും മദ്യം കഴിച്ച് മരിക്കുന്നില്ല. കാരണം അവരുടെ കൂടെയൊന്നും അല്ലല്ലോ അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന അവർ ഭയങ്കര സന്തോഷവാന്മാരാണ്, ഭയങ്കരന്മാരാണ്, കഴിവുള്ളവരാണ്, ആഹ്ലാദമുള്ളവരാണ്, ഭയങ്കര സംഭവങ്ങളാണെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഈ തലച്ചോറ് ഇങ്ങനെ കേടുപറ്റി കഴിഞ്ഞാല് അതിന്റെ ഇൻസുലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, മൈലിൻ, അത് പോവും ആദ്യം. പിന്നെ അതിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകാതാവും. പിന്നെ അടുത്ത സംഭവിക്കുന്നത് അത് ചുരുങ്ങിപ്പോവും. തലച്ചോറ് ചുരുങ്ങിപ്പോയി ഭ്രാന്തായി പോകും. അത് ആവശ്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആവശ്യത്തിന് സാധനം കിട്ടിയില്ലെങ്കിലും അത് ഭ്രാന്തായി പോകും. കൂടുതൽ ചെന്നാലും ഭ്രാന്തായി പോകും. കേട് പറ്റിക്കഴിഞ്ഞാലും ഭ്രാന്തായി പോകും. അങ്ങനെ എന്തെല്ലാം സുഖങ്ങള്, വിഷാദ രോഗം, ഉന്മാദ രോഗം. ഒരാള് ഒരു ഉന്മാദാവസ്ഥയിൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞു. സിനിമ കാണാൻ പോയിട്ട് 4 സിനിമ ഉണ്ട്. രാവിലത്തെ സിനിമ ഉണ്ട്, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, അവസാനത്തെ ഷോയും കണ്ടിട്ട് ആണ് പോകുന്നത് മൂപ്പര്. അപ്പൊ ഇത് തീരുന്നില്ല. ഈ ഭ്രാന്തിൻ്റെതായിട്ടുള്ള നിയന്ത്രണമില്ലായ്മ തീരുന്നില്ല, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നിലെ ഉന്മാദം, അല്ലെങ്കിൽ വിഷാദം, പണമൊക്കെ നഷ്ടപ്പെട്ട് ഇനിയിപ്പോ ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചേക്കാം, ഭാര്യയും പോയി. ഓക്കെ, അപ്പൊ ഇയാൾക്ക് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇയാൾക്ക് സംഭവിക്കുന്ന കാര്യം ലോകാരോഗ്യ സംഘടന ഒരു 5-6 വാക്കുകളിൽ സൂചിപ്പിച്ച് ഞാൻ നിങ്ങളോട് അതൊന്ന് പറഞ്ഞുതരാം. ലോകാരോഗ്യ സംഘടന എന്ന് വെച്ചാല് എൻ്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല. അത് അനേക ശാസ്ത്രജ്ഞന്മാരുടെ, ഈ ലോകത്തിലുള്ള രോഗികളെയൊക്കെ നിരീക്ഷിച്ച് അവർ എടുത്ത കാര്യങ്ങൾ, കണ്ടുപിടിച്ച അടിസ്ഥാനമായിട്ടുള്ള കുറെ തത്വങ്ങളാണത്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഒന്ന് കൊഗ്നിഷൻ. കൊഗ്നിഷൻ എന്ന് വെച്ചാൽ നമ്മളെ അറിയാനുള്ള ബുദ്ധിശക്തി, നമ്മുടെ വികാരങ്ങൾ, നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്ത് ചെയ്യാൻ പാടില്ലെന്നും ഉള്ള അടിസ്ഥാനം, അതാണ് കോഗ്നിഷൻ. ലഹരി വസ്തു ഉപയോഗിക്കുന്നവർക്ക് അടിസ്ഥാന ജ്ഞാനം, തന്നെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചുള്ള ജ്ഞാനം നഷ്ടപ്പെടും. ബുദ്ധിയില്ലായ്മ തന്നെയാണത്, കോഗ്നിഷൻ. പിന്നെ അയാളുടെ ചലനങ്ങളൊക്കെ അപകടം പിടിച്ചതായിരിക്കും. ഏത് ചലനവും അപകടം പിടിച്ചതായിരിക്കും, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും. ബാഹ്യമായിട്ടുള്ള ചലനം എന്താണ്? മറ്റാളുകളുമായിട്ട് സംവദിക്കുന്നത് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അസഭ്യങ്ങളോ, അർത്ഥമില്ലാത്ത വാക്കുകളോ, അപഹാസ്യങ്ങളായ വാക്കുകളോ, അപമാനങ്ങളോ, പൊള്ളത്തരങ്ങളോ ഒക്കെ ആയിരിക്കും അതിൽ മിക്കവാറും. അത് ആവർത്തന സ്വഭാവമുള്ള വാക്കുകളായിരിക്കും. ഒരാളൊരു കാര്യം ആവർത്തിച്ചുകൊണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ വെറുതെ ഒന്ന് വാച്ച് ചെയ്യുക. അയാൾ പറഞ്ഞ കാര്യം തന്നെ വേണ്ട, ആ മിമിക്രി കാണിക്കുന്നവന് പോലും ആ ബുദ്ധിയുണ്ട്, അതറിയുന്നുണ്ട്. അവൻ കുടിക്കാത്തവനാ. ഒരു മദ്യാസക്തന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് അവന് പോലും അറിയാം, നല്ല ഭംഗിയായിട്ട് അറിയാം. അവൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകളെ ചിരിപ്പിക്കുന്നു. ആവർത്തന സ്വഭാവം, പൊള്ളയായ വാക്കുകൾ, പൊള്ളത്തരങ്ങൾ, ബുദ്ധിമാനാണെന്ന് പറയുന്ന പൊള്ളത്തരങ്ങൾ, അങ്ങനത്തെ. അപ്പൊ കോഗ്നിഷൻ പോയി. അതുപോലെ ചലനങ്ങള്, ഈ സംസാരം ചലനാണ് കേട്ടോ, സംസാരം ഒരു ചലനാണ്. ആ സംസാരം നമ്മൾ പറയാനുള്ള
വാക്കുകൾ, അതിൻ്റെ മീനിങ്, അർത്ഥം, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ സിമ്പലുകളാണ്, സിമ്പലുകൾ, ബിംബങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും ചേർന്ന് ഒരു ബിംബം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് തലച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തലച്ചോറ് അത് ഉണ്ടാക്കിയെടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് മറ്റൊരാളുമായിട്ട്. ഒരു ഐഡിയ, ഒരാശയം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. എത്ര ഭയങ്കര സംഭവമാണ് ഈ മനുഷ്യന്റെ തലച്ചോറ്. അപ്പോൾ അതൊരു ചലനമാണ്. ആ ചലനം കൂടി ദുരുപയോഗം ചെയ്ത് മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് എന്താ അസഭ്യം പറയാനാണ് ഉപയോഗിക്കുന്നതിന്. ബുദ്ധിയില്ലായ്മയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ചലനങ്ങൾ. അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡന്റിലേക്ക് ആക്കാനായിട്ട് എന്ന് വെച്ചാൽ ഞാൻ എന്നെ സൂക്ഷിക്കണം, എന്നെ സംരക്ഷിക്കണം. ഞാൻ എൻ്റെ തലച്ചോറിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ബോധത്തിൻ്റെ ഉള്ളിൽ എന്നെ കെയർ ചെയ്യണം. സെൽഫ് കെയർ എന്ന് പറയും. ഏത് മദ്യാസക്തനാണ് അവനവൻ്റെ കാര്യം സെൽഫ് കെയർ ചെയ്യുന്നത്? ആരാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ആരെങ്കിലും? എത്രയെത്ര സെൽഫ് കെയറുകൾ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും സെൽഫ് കെയർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സെൽഫ് കെയർ? പല്ല് തേക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. മദ്യം കഴിക്കും, പക്ഷെ പല്ല് തേക്കില്ല, കുളിക്കില്ല, വസ്ത്രങ്ങളൊക്കെ ജീർണിച്ച് ഇങ്ങനെ വൃത്തികേട് ആയിട്ട് നടക്കും. ചിലപ്പോൾ ഒരു സ്പ്രേ ഒക്കെ അടിക്കും. സെൽഫ് കെയർ ഇല്ല, വെറുതെ ഇങ്ങനെ അഭിനയങ്ങൾ മാത്രം. അതുപോലെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റില്ല, ശരീരത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല, കക്കൂസിൽ പോകാൻ പോലും സമയം കിട്ടൂല. അതുപോലെ മദ്യം കഴിച്ചിട്ട് ഞാൻ എത്രയോ പേര് നമ്മുടെ ഡി അഡിക്ഷൻ റിഹാബ് സെന്ററിൽ മദ്യം കഴിച്ചിട്ട് മലവും മൂത്രവും അറിയാതെ പോയി കട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയൊക്കെ എങ്ങനെ സഹിക്കും അത്? മലവും മൂത്രവും ഈ കട്ടിലിൽ പോയി ഒരുത്തൻ ഇങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ ആര് സഹിക്കും അത്? സെൽഫ് കെയർ ഇല്ല. അവന് എന്താണ് വേണ്ടതെന്ന് അവന് പിടിയില്ല, സംഗതിയില്ല, പോയി, ബ്രെയിൻ പോയി. അപ്പോൾ നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ ചലനം, നമ്മുടെ സെൽഫ് കെയർ ഇല്ല. അതുപോലെ പൊരുത്തപ്പെടില്ല ഒരാളുമായിട്ടും. പൊരുത്തപ്പെടണമെങ്കിൽ നല്ല സമൂഹത്തിലെ ആൾക്കാരും അവരുടെ സംസ്കാരവും അവരുടെ നിലവിലുള്ള നിയമം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിൽ പൊരുത്തപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ആളുകളോട് തട്ടിക്കയറും, പോലീസിനോട് തട്ടിക്കയറും, അടിമേടിക്കും. അങ്ങനെ ഒരുമിച്ച് പോയി കൂട്ടുകൂടി കുടിച്ചിട്ട് അടിമേടിക്കും, അല്ലെങ്കിൽ മരിക്കും. അപ്പോൾ അവിടെ പൊരുത്തപ്പെടാൻ പറ്റില്ല, സമൂഹമായിട്ട് പൊരുത്തം ഇല്ല. അവസാനം ഉണ്ടാകുന്ന എന്താണ്? ഈ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യണം? ചില ആൾക്കാർ തലേ ദിവസം തന്നെ അറിയാം എന്തൊക്കെ ശരീരം ശുദ്ധിയാക്കണം, ഒരു ഭക്ഷണം കഴിക്കണം, ഒരു ജോലിയുണ്ട്, ആ ജോലി എവിടെയാണ്, അതിനുവേണ്ടി പോകണം, ആ ജോലിയുടെ പ്രാധാന്യം, അതിൽ നിന്ന് കിട്ടുന്ന പണം, അതാണ് ഭക്ഷണം, നിലനിൽപ്പ് അതാണ്, ജീവിതം അതാണ്. ഒക്കെ പോയി, ലൈഫ് ഏരിയ എല്ലാം പോയി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ദുഃഖ ചിന്തകളാണ്. അതാണ് വേട്ടയാടുന്ന മനസ്സിന്. അപ്പോൾ ലൈഫ് ഏരിയ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ നമ്മളെ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ജീവിതം തിരിച്ചു പിടിക്കാൻ, ഈ രോഗത്തിൽ നിന്നും ബുദ്ധിപൂർവം മാറി നിന്ന്, വിട്ടുനിന്ന് ജീവിതം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നിങ്ങളിപ്പോൾ. അത് എത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്? എത്രമാത്രം ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അത് അടിപ്പെടുത്തി കീഴടക്കി കഴിഞ്ഞാൽ ആ സംഗതി നമ്മളൊരാളുടെ അടിമയായി കഴിഞ്ഞു.
സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാളായി മാറി, ഒരു സ്നേഹം ഇല്ലാത്ത ഒരാളായി മാറി. മറ്റ് സഹോദരങ്ങൾ നമുക്കുണ്ട്, അവരും കൂടി ഉണ്ടെങ്കിൽ എനിക്കും കൂടി ജീവിക്കാൻ പറ്റും എന്നുള്ള ഇതില്ലാതായി. അപ്പൊ അതൊന്നുമില്ല നമുക്ക്. ഞാൻ വലിയ സംഭവമാണ്, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു സമത്വ ബോധമില്ല. ഞാൻ സംഭവം, ഞാൻ ആള്, ഞാൻ കേമൻ, ഞാൻ സംഭവം, ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് നശിച്ചു പോവാണ് ചെയ്യുന്നത്. എന്തൊക്കെ പാർട്ടിസിപ്പേഷൻ, ഒരു മരണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, നമ്മള് ഒരു ദാരിദ്ര്യത്തിൽ അവിടെ നമ്മളെ സഹായമുണ്ട്, നമ്മള് അയൽവക്കക്കാരനോട് അവൻ എന്താണ് ആവശ്യമുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്നേഹം, ഉപാധികളില്ലാത്തൊരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്, എപ്പോഴും ഉണ്ട്. അതിനു പകരം ഈ സാധനത്തിനോടുള്ള ആർത്തി, അതിനോടനുബന്ധിച്ചുള്ള സ്വാർത്ഥത, ഇതെല്ലാം കീഴടക്കി വെറും ഒരു തറയായിട്ടുള്ള ഒരു ജീവിതം. അതിൻ്റെ ഉള്ളില് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പുറമേക്കുള്ള കാര്യങ്ങൾ. ഇനി അകത്തേക്കുള്ള കാര്യങ്ങളോ, അകത്തേക്ക്, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് അതിനെ തീരെ നിരീക്ഷിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിരീക്ഷിക്കുന്ന ആളും നിരീക്ഷണ വസ്തുവും ഒന്നാണെന്നുള്ള കാര്യം കംപ്ലീറ്റ് പോയി, ബ്രെയിൻ പോയതുകൊണ്ട്. ഞാൻ എന്നെ അന്വേഷിക്കണം, എന്നെ നോക്കണം, എൻ്റെ കാര്യം അറിയണം, അതൊന്നും ഉണ്ടാകുന്നില്ല. വെറുതെ ഏതോ ഒരു സ്വപ്നാടനത്തിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമല്ലേ. അപ്പൊ നമുക്കത് തിരിച്ചു കിട്ടണം. നമ്മൾ തലച്ചോറ് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടി. അപ്പോൾ ഈ ആന്തരികമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രോഗങ്ങൾ, ആ രോഗാവസ്ഥകൾ, അതിനെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടായാലേ ആശുപത്രി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നുമില്ല. നമ്മൾക്ക് ഒത്തിരി പകർച്ചവ്യാധികൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. പല HIV എയ്ഡ്സ് മുതൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അങ്ങനെ മാറാ രോഗങ്ങളൊക്കെ വരെ കിട്ടിക്കാണും ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ. അറിയില്ല, വിദേശത്തൊക്കെ എത്രയോ ആൾക്കാർ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. HIV എയ്ഡ്സ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മദ്യപാനികളും മറ്റു ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. ഈ ഇഞ്ചക്ഷനൊക്കെ, നാർക്കോട്ടിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ കണ്ടമാനം വെറുതെ ചെറിയ കുട്ടികളൊക്കെ മരിച്ചു വീഴുമല്ലായിരുന്നു. ഇപ്പോൾ 90% കുട്ടികൾ അമേരിക്കയിൽ ഒരു 12 വയസ്സ് കഴിഞ്ഞാലും മദ്യം കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യം, അവർക്ക് സെക്ഷൽ ലൈസൻസ് ഒക്കെ ഉണ്ട്. എത്ര ആൾക്കാർ മരിച്ചുപോയി HIV ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ഈ രോഗത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ആന്തരികമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ശരീരം എങ്ങനെയൊക്കെയോ പ്രവർത്തിക്കുന്നു. ഞാനിതൊക്കെ പറഞ്ഞൊക്കെ ചില ആൾക്കാർക്ക് അതിശയോക്തിയായിട്ടൊക്കെ തോന്നാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കൂടെ മദ്യം കഴിച്ച പല ആൾക്കാരെയും നിരീക്ഷിച്ചോളൂ. അവരിൽ എത്ര പേര് എത്ര വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്, എങ്ങനെ മരിച്ചവര്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ പല ആൾക്കാരും ഓർത്തിരിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ്. ആ മരണത്തിൻ്റെയൊക്കെ പുറകിലേ ഈ സാധനമുണ്ട്. അത് പറയാൻ പറ്റില്ല. അത് ആ ഒരു കുടുംബത്തിനും അതിൻ്റെ ചുറ്റുപാടുള്ളവർക്കും അതുമായിട്ട് ബന്ധമുള്ളവർക്കും അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ മറന്നുപോകും. ഏതെങ്കിലും ആത്മഹത്യകളോ അപകട മരണങ്ങളോ കൂട്ടമരണങ്ങളോ കൂട്ടബലാത്സംഗങ്ങളോ ഒക്കെ എല്ലാം മറന്നുപോകും. അതെല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പലതും മരണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ദേഷ്യങ്ങൾ എങ്ങനെ മരണം ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇത് നമ്മൾ എത്ര താഴ്ന്നു പോണോ ഒരു മനുഷ്യൻ, ഇങ്ങനെ എത്ര തരം താഴ്ന്നു പോകേണ്ട ആവശ്യമുണ്ട് ഒരു മനുഷ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചികിത്സയെ പറ്റി പറയുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹത്തിന് ഇപ്പം 84 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഒരു 52 53 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ കണ്ടുമുട്ടിയത്.
അദ്ദേഹം ജോലി ചെയ്തു. ഒരു അധ്യാപകനാണ് അദ്ദേഹം. ജോലിയൊക്കെ ചെയ്ത് ആ പെൻഷനൊക്കെ വാങ്ങിച്ച് പിരിഞ്ഞു. പിന്നെ അദ്ദേഹം ജീവിച്ച് സുഖമായിട്ട് ഈ ജീവിതം എന്താണെന്ന് ശരിക്കും അറിഞ്ഞു. അദ്ദേഹം വിളിച്ച ഒരു സ്നേഹം പങ്കിടാൻ വേണ്ടി മാത്രമാണ്. ഞാനും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ അത് വലിയ സംഗതികളാണ്. അപ്പോൾ ഒരു ദീർഘായുസ് അങ്ങനെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പല ആൾക്കാരുടെയും കാര്യം ചോദിച്ചു. അന്ന് ഗ്രൂപ്പിലുണ്ടായിരുന്ന പല ആൾക്കാരുടെയും കാര്യം ചോദിച്ചു. ചില ആൾക്കാരൊക്കെ മരിച്ചു, പ്രായം തികയുന്നതിന് മുമ്പ് മരിച്ചു. അവരുടെ ബന്ധുക്കളിലും പല ആൾക്കാരും മരിച്ചു. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എങ്ങനെയാണ് ഈ ചികിത്സയുടെ അടിത്തറ ഒരു വളരെ പ്രധാനപ്പെട്ട അടിവരയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ശാസ്ത്രമാണ്, അതതിൻ്റെ അടിത്തറയാണ് ചികിത്സയുടെ. അത് പാലിക്കാത്തവരാണ് വേഗം മരിച്ചു പോകുന്നത്. അവർ പല ആൾക്കാരും പുനർപതനത്തിലൂടെയും അല്ലെങ്കിൽ അഹന്ത കൊണ്ടും ചികിത്സ സ്വീകരിക്കാനുള്ള വെറുപ്പ് കൊണ്ടും മരിച്ചുപോയ ആൾക്കാരാണ് പല ആൾക്കാരും. അവർക്കിപ്പോൾ ഏല് വരണമെന്നൊന്നുമില്ല. ഏല് വരുന്നത് എന്തിനാണ്? ഏല് അവർ വരുന്നതിൻ്റെ കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടാണ്, ഒരു പ്രത്യാശ, ജീവിതത്തിന് ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. ഒരു കുടുംബം ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾക്ക് ആരെങ്കിലൊക്കെ കൂടെ വേണം, എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് 3H: ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, ഹോംലെസ്. വീടില്ലാത്തവൻ, പ്രതീക്ഷയില്ലാത്തവൻ, നിസ്സഹായൻ. അതാണ് ആൽക്കഹോളിക്. അപ്പോൾ അങ്ങനത്തെ ഉള്ള രോഗത്തിന് ഒരു സമാന ചിന്താഗതിയുള്ള ആൾക്കാർ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് നിന്നാലേ രക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിന്റെ അടിത്തറ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വേണം. ഇതിന്റെ അടിത്തറ വിട്ടു നിൽക്കല് പറയുമ്പോൾ ഞെട്ടിപ്പോവും. ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കലോ എങ്ങനെ സാധിക്കും? ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ കാര്യം ആദ്യം. ആ രീതിയിൽ മുമ്പോട്ട് പോയ എൻ്റെ കാര്യം എനിക്ക്, ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടവരാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പ്രോഗ്രാമിൽ കൂടി രക്ഷപ്പെട്ടവർ. എൻ്റെ കാര്യം എനിക്ക്. ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യം? വിട്ടു നിൽക്കലാണ്. വിട്ടു നിന്നിട്ട് അന്നത്തെ ഒരു ദിവസം ജീവിക്കലാണ്. ആ ജീവിതത്തിൽ അവനവനെ ഉപദ്രവിക്കാതിരിക്കലാണ്. കൂടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ടും ഉപദ്രവിക്കാതിരിക്കുന്നത് ഉപകാരമായിട്ട് മാറും. കാരണം അയാളുടെ ബുദ്ധിശക്തി മെച്ചപ്പെടും. കാരണം ഈ തലച്ചോറിൽ നിന്നാണ് ബുദ്ധിശക്തി. അയാളോടുള്ള സത്യസന്ധത മെച്ചപ്പെടും. കളിപ്പിക്കൽ പരിപാടി നിർക്കും. സ്വന്തം കാര്യം നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ കൂടി അയാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ ആരോഗ്യം, അയാളുടെ മനസ്സ് കുറച്ച് ശാന്തമാവും. ഈ ശാന്തമാകുമ്പോഴേ ചിന്ത ശരിക്കും വരുള്ളൂ. എനിക്കെന്ത് പറ്റിയിരുന്നു, ഞാൻ എന്തായി, എൻ്റെ സ്വഭാവം എന്തായി എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ശാന്തത കിട്ടണം. അതിൽ നിന്ന് വിട്ടു നിന്നാലേ കിട്ടുള്ളൂ ആ ശാന്തത. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ഒരു തത്വ ദർശനമുണ്ട്. ആ ദർശനമൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അത് മദ്യത്തിൻ്റെ ലഹരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സ്നേഹവും ശുഭാപ്തി വിശ്വാസവും ഒരു ജീവിക്കാനുള്ള ഒരു ആനന്ദവും ഉണ്ടാക്കും. ഇത് മറ്റേതിൻ്റെ നേരെ കടകവിരുത്താണ്. മറ്റേ ബുദ്ധിയില്ലാത്ത ഒരു ആനന്ദത്തിന്റെ മാർഗം ആണ്. ഇതിപ്പോൾ വിട്ടുനിന്ന് ജീവിതത്തെ തിരിച്ചു പിടിക്കുമ്പോൾ ബുദ്ധിയുള്ള ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു നന്മ നിറഞ്ഞ ഒരു വിവേകമുള്ള ഒരു ജീവിതം തിരിച്ചു കിട്ടും. അപ്പൊ വിട്ടുനിൽക്കലാണ്. 24 മണിക്കൂർ വിട്ടു നിൽക്കുക, അവലോകനം ചെയ്യുക. എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് ഇന്നെന്ത് കിട്ടി, ഇന്നെന്ത് മെച്ചം കിട്ടി. അങ്ങനെ ഒരു 3 മാസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ തലച്ചോറിന് മാറ്റം വരുമെന്നും ആ റിസൾട്ട് എക്സലന്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ഗവേഷകർ പറയുന്നത്.
തലച്ചോറിന്റെ ഗവേഷണം നടത്തുന്ന ആൾക്കാർ പറയണത് ഇങ്ങനെ ചെയ്ത പരിപാടി വിട്ടുനിന്ന് തലച്ചോറിനെ രക്ഷപ്പെടുത്തുന്ന ഈ പരിപാടി, ഈ ചികിത്സ എക്സലന്റ് എന്ന് വെച്ചാൽ ഒന്നാം നമ്പർ ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്നവര് ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുക, എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. നേരെ മറിച്ച് അതൊന്നും വേണ്ട. അതൊക്കെ നേരത്തെ പറഞ്ഞ അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ഒരു കൃതജ്ഞതയില്ലാതെ ഉള്ള ആ ഒരു ഇതില് അങ്ങനെയുള്ളവർ അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിൽ ചിലർ പെട്ടെന്ന് കഷ്ടപ്പാട് അനുഭവിച്ച ആള് കഷ്ടപ്പാടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ തലച്ചോറിലേക്ക് ആശയങ്ങൾ പെട്ടെന്ന് കയറും. വാസ്തവത്തിൽ നമ്മുടെ കഷ്ടപ്പാടാണ് നമ്മളെ ബുദ്ധി ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരും. എൻ്റെ അടുത്ത് വന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരുത്തനുണ്ട്. അവന്റെ കാര്യം ഞാൻ ആലോചിക്കുക. അവന്റെ ഭാര്യ കുട്ടി ഒക്കെ ആയിട്ട് വരുന്നത്. ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവരനുഭവിക്കുന്ന നിരാശയും സങ്കടവും ഒക്കെ. അപ്പോൾ 5-6 മാസം ചികിത്സിച്ച് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ അവൻ വരുന്നത് ഭയങ്കര അമിത ആഹ്ലാദത്തോടു കൂടിയാ. ഭാര്യ പറഞ്ഞ് അവൻ പുനർപതനം സംഭവിച്ചു, അവൻ വീണ്ടും പോയി കുടിച്ചു, കഷ്ടത്തിലായി. ആ പൊട്ടൻ അറിയാൻ പാടില്ല. അവൻ അങ്ങനെ കുടിച്ച് നടന്ന് കമ്പനിക്ക് പേര് ദോഷം ഉണ്ടാക്കി, കമ്പനിയിലെ ജോലി പോയി കഴിഞ്ഞാൽ അവനും അവന്റെ ഭാര്യ അവന്റെ കുട്ടിയും പട്ടിണിയിലാവും. അവന് അതൊന്നും ചിന്തിക്കുന്നില്ല. അവൻ എത്രയോ കിലോമീറ്ററുകൾ വണ്ടിയൊക്കെ ഓടിച്ചാ വരുന്നത്. ആ വണ്ടി ഓടിക്കുമ്പോൾ അവൻ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവൻ മദ്യം കഴിക്കാൻ പോയിട്ട് ഓടി ഒളിച്ചു പോയി കുടിച്ചിട്ട് വരുമെന്ന് ഭാര്യ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ, അവന്റെ തലച്ചോറ് എങ്ങനെ ഏത് വിധത്തിലായിട്ടുണ്ട്. ഇതാണ് മദ്യാസക്ത രോഗം. അവിടെ ജീവിതം അവസാനിക്കുകയാണ്. കാരണം വെച്ചാല് നമ്മൾ എത്ര ദിവസം പട്ടിണി കിടക്കും ജോലിയില്ലാതെ. ഇതാണ് മദ്യാസക്ത രോഗം. ഇതിനെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടെങ്കിലുണ്ടല്ലോ, ആ ജ്ഞാനം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനമാണത്. കാരണം വെച്ചാൽ ഇതിപ്പോ ഞാൻ നേരത്തെ 10-12 സാധനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ സാധനം എല്ലാം കൂടി ഒരുമിച്ചാണ് തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആള് ജീവിതമൊന്നും ബാക്കി ഉണ്ടാവില്ല. ഞാൻ പറയണത് ഇത് വിട്ടു നിന്നൊന്ന് ജീവിച്ചു നോക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിന് എൻ്റെ ഈ സംസാരമൊന്നും ഒരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഇത് കടുത്ത യാഥാർത്ഥ്യം, ജീവൻ അതുമായിട്ടുള്ള അതിശക്തമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ വലിയ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ലോകത്തെ സൂക്കേടുകളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അത് നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കല്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ നല്ലൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുക. ഒരു പുതിയതായിട്ട് വന്ന ഒരാൾക്ക് വിവരങ്ങളൊക്കെ കൊടുക്കുക, അയാളെ ചേർത്ത് പിടിക്കുക, അയാളെ കുറച്ച് ഒരു അനുതാപത്തോടു കൂടി, ഒരു സഹിഷ്ണുതയോടു കൂടി അയാൾ പറയുന്നൊക്കെ കേൾക്കും. ഓരോരുത്തരുടെ ഒരു കടമയാണത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയും ആമുഖവും 12 പടികളും 12 പാരമ്പര്യങ്ങളും പ്രതിദിന മനനങ്ങളും ഒക്കെ വളരെ ഉപകാരം ചെയ്യും. വളരെ ഉപകാരം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഞങ്ങളിൽ ചിലർ പെട്ടെന്നും ചിലർ സാവകാശവും ചിലർ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയാണത് വിലയിരുത്തിയേക്കണം. ചിലർ ഒരിക്കലും രക്ഷപ്പെട്ടില്ല, അവർ മരണത്തിലേക്ക് പോയി. അവരെ പറ്റി പുച്ഛമില്ല.
അവരോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. കാരണം അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അത് ഭയങ്കര വാക്കാണ് കേട്ടോ. അത് ആ വാക്ക് കേട്ടാല് ആ മനസ്സിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു വിങ്ങലുണ്ടാവും. എന്താണ്? അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാണ്. അപ്പൊ നമ്മള് ഈ മനുഷ്യര് അങ്ങനെ തല വെച്ചു കൊടുക്കാനുള്ള ആൾക്കാരല്ല നമ്മള്. നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ സ്നേഹം, ഈ ലോകമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിൻ്റെ യാഥാർത്ഥ്യം, ആ ജീവിതം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, ഇത് നമ്മൾ മുന്നോട്ട് നയിക്കും. അല്ല നമ്മൾ അങ്ങനെ മരിക്കേണ്ട ആൾക്കാരല്ല വാസ്തവത്തിൽ. അപ്പൊ ഒരിക്കൽ കൂടി വിവരം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സാർ, ഇത്രയും നേരം ഞങ്ങളോട് വളരെ വ്യക്തമായ രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ബ്രെയിനിനെ കുറിച്ച്, അല്ലെങ്കിൽ മദ്യപാനം മൂലം ബ്രെയിൻ ഉണ്ടാകുന്ന അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലും വളരെ